മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വലിയ ഒരു സാമൂഹിക പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് നിയോഗിച്ച ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ്റെ മുമ്പിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായും ജമാഅത്ത് ഫെഡറേഷനും ചേർന്ന് ഇന്ന് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം 404 ഏക്കറോളം വരുന്ന സിദ്ദീഖ് സേട്ട് വഖഫ് ചെയ്ത ഈ ഭൂമി പരിപൂർണമായും ഒരു വഖഫ് ഭൂമിയാണെന്നും ആ വഖഫ് ഭൂമി നിലനിർത്താനുള്ള പൂർണ്ണമായ ബാധ്യത അത് ഏൽപ്പിക്കപ്പെട്ട ഫാറൂഖ് കോളേജ് എന്ന സ്ഥാപനത്തിന് ഉണ്ട് എന്നും സിദ്ദീഖ് സേട്ട് ലക്ഷ്യം വെച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശരിയായ നിലയിൽ കൂടി പൂർത്തീകരിക്കുന്നതിന് ഏതെങ്കിലും സാഹചര്യത്തിൽ കഴിയാതെ വന്നാൽ ഈ ഭൂമിയിൽ നിന്നും അല്പം സ്ഥലം വിറ്റിട്ടാണെങ്കിൽ പോലും ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞതിനെ ദുരുപയോഗപ്പെടുത്തി ഭൂമി സമ്പൂർണ്ണമായും വിൽക്കാൻ പവർ ഓഫ് അറ്റോർണി കൊടുത്ത് മറ്റൊരു ഏജൻസിക്ക് ഒരു ഭൂമിയുടെ ക്രയവിക്രയം അല്ലെങ്കിൽ ഒരു മാഫിയ പ്രവർത്തനത്തിലേക്ക് ഫാറൂഖ് കോളേജ് പോയ തെറ്റായ പ്രവണതയും അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് ഞങ്ങൾ ജുഡീഷ്യൽ കമ്മീഷനോട് ആവശ്യപ്പെടുകയുണ്ടായി. സിദ്ദീഖ് സേട്ട് തൻ്റെ പരലോക നന്മയ്ക്ക് വേണ്ടി വഖഫ് ചെയ്ത വഖഫിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആധാരത്തിൽ ഉൾപ്പെടുത്തിയ ചില വ്യവസ്ഥകളെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനിടയിൽ വിൽക്കാനും ഇഷ്ടം പോലെ വിനിയോഗിക്കാനുമുള്ള നിയമ പഴുതുകളുണ്ടോ എന്ന് അന്വേഷിച്ച് അത്തരത്തിൽ വിലോപം കാട്ടിയത് മൂലം പാവപ്പെട്ട ഒരുപാട് ആളുകൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ പുനരധിവാസം ഇന്ന് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വലിയൊരു പ്രശ്നമായി, ഒരു സാമൂഹ്യ പ്രശ്നമായി വളർന്നു വന്നപ്പോഴാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ഗവൺമെൻറ് വഖഫ് ഭൂമിയെ സമ്പൂർണ്ണമായി സംരക്ഷിക്കുകയും 404 ഏക്കറിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭം മൂലം നഷ്ടപ്പെട്ട ശേഷം അവശേഷിക്കുന്ന മുഴുവൻ ഭൂമിയും വഖഫ് ഭൂമിയായി നിലനിർത്തിക്കൊണ്ട് അവിടെ പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ച് ഏതെങ്കിലും തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് അതിൻ്റെ പരിസരത്തുള്ള സർക്കാർ ഭൂമി ഗവൺമെൻറ് നൽകാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് ഉള്ള പ്രീസിഡൻ്റ് രാജ്യത്തുണ്ട്. നിലയ്ക്കലിൽ ശബരിമല സന്നിധാനത്തിനടുത്ത് അവിടെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ കുരിശ് കണ്ടെത്തി അവർക്ക് അവിടെ പള്ളി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യവുമായി മുൻപോട്ട് വന്നപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഗവൺമെൻറ് ശബരിമല സന്നിധാനത്തിൻ്റെ ഭൂമി അതേപടി നിലനിർത്തിക്കൊണ്ട് നിലയ്ക്കൽ പ്രദേശത്തൊരു പള്ളി സ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാർ ഭൂമി അന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന് വിട്ടു നൽകുകയുണ്ടായി. അപ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നം ഉത്ഭവിക്കുമ്പോൾ അതിനെ വിഭാഗീയ പ്രവർത്തനങ്ങളും മറ്റു നിയമപ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകാൻ സാധ്യതയുള്ള അപകടകരമായ വിദ്വേഷ പ്രചാരണങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചില്ലായ്മ ചെയ്യുന്നതിനും മനുഷ്യരെ തമ്മിൽ പരസ്പരം കൂട്ടി യോജിപ്പിച്ച് സൗഹാർദ്ദത്തോടു കൂടി മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലയ്ക്കൽ മോഡലിൽ റവന്യൂ ഭൂമി അവിടെ കബളിപ്പിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് നൽകിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുകയും അതോടൊപ്പം വഖഫ് ഭൂമിയെ സമ്പൂർണ്ണമായും സംരക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ മറ്റ് ഒരാവശ്യം ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങളടുത്ത ബുധനാഴ്ച കണ്ട് നിവേദനം സമർപ്പിക്കാൻ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും ജമാഅത്ത് ഫെഡറേഷനും തീരുമാനിച്ചിട്ടുണ്ട്. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് വഖഫ് ബോർഡുമായും ആധികാരികമായ സ്ഥാപനങ്ങളുമായും ആശയവിനിമയം നടത്തി ഈ ജുഡീഷ്യൽ കമ്മീഷൻ ആ കാര്യത്തിലും കൂടി ഒരു വ്യക്തത വരുത്തുന്നതിന് ആ കമ്മീഷൻ്റെ അധികാരം ഉപയോഗിക്കുന്നതിന് ടേംസ് ഓഫ് റെഫറൻസിൽ തദനുസരണമായ മാറ്റം കൂടി സർക്കാർ നിർദ്ദേശിക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളും ഞങ്ങൾ ബഹുമാനപ്പെട്ട കമ്മീഷൻ്റെ ശ്രദ്ധയിലും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് എന്ന് പറയുന്നത് ഒരു വലിയ ജീവകാരുണ്യത്തിൻ്റെ സന്ദേശമാണെന്നും അത് ലോകവ്യാപകമായി പ്രവാചകൻ്റെ കാലഘട്ടം മുതൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ മഹത്തായ സന്ദേശം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന നിരാലംബരായ ജനവിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു ആശയത്തിൻ്റെ പ്രചാരണമാണ് വഖഫിലൂടെ സാധ്യപ്രായമാകേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അത് നല്ല ഒരു അനുഭാവപൂർണമായ ഒരു സമീപനത്തോടു കൂടി അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ആ സമീപനം നിലനിർത്തി അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റും ഈ കമ്മീഷനും വഖഫ് ബോർഡും മറ്റെല്ലാ സ്ഥാപനങ്ങളും ചേർന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിലുണ്ടാക്കുകയും മേലിൽ വഖഫ് ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്.